ഹായ്, സനൂപ് സത്യൻ സംവിധാനം ചെയ്ത CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. ഈ പടം ഞാൻ OTT-യിലാണ് കണ്ടത്. വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു പടമാണ് കേട്ടോ. സാധാരണ മലയാളത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒന്നല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന പോലീസുകാരൻ, അല്ലെങ്കിൽ ഭാര്യ പണങ്ങി പോയിട്ടുള്ള പോലീസുകാരൻ, അല്ലെങ്കിൽ റിട്ടയർഡ് ആവാൻ പോകുന്ന പോലീസുകാരൻ, ഇങ്ങനെയുള്ള പോലീസുകാർക്കാണല്ലോ കേസ് കിട്ടുന്നത്. അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു SI, അയാൾ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങിയിട്ട് അങ്ങനെ ഒരു കേസ് അന്വേഷിച്ച് പോകുന്നതാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, കുറച്ച് പുതുമയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഷാജോണിൻ്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ ഒറ്റയ്ക്ക് ഷാജോണിന് ഒരു പടം മൊത്തത്തിൽ അങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത്. പക്ഷേ ഈ പടം വളരെ നൈസായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കിടിലായിട്ടൊരു പടം കേട്ടോ. അത് ചെറിയൊരു പ്ലോട്ടാണ്. റിട്ടയർഡ് ആയിട്ടുള്ളൊരു SI ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തുടങ്ങിയതിന് ശേഷം അയാൾ പ്രൈവറ്റ് ആയിട്ടൊരു കേസ് തെളിയിച്ച് പോകുന്നതാണ്. അത്ര സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഈ സിനിമയിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് സുധീർ കരമന അവതരിപ്പിച്ച ഒരു ക്യാരക്ടറുണ്ട്. അത് വളരെ നൈസായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ബൈജു സന്തോഷിൻ്റെ ചെറിയൊരു റോൾ കൊണ്ടിട്ടുണ്ട്, ഒരു വക്കീലായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ബൈജു സന്തോഷ് വക്കീലായിട്ട് വരുന്ന സമയത്തെല്ലാം ഒരു രസമായിരിക്കും അത് കാണാനായിട്ട്. ഈ സിനിമയിലും അങ്ങനെ തന്നെയാണ്. മറ്റത് അസീസ് നെടുമങ്ങാടിൻ്റെ ക്യാരക്ടറാണ്, അതും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ ലീഡ് റോളിൽ ഫീമെയിൽ ലീഡിൽ വന്നിട്ടുള്ള അനുമോൾ അവതരിപ്പിച്ച ഊർമിള എന്ന് പറയുന്ന കഥാപാത്രവും നോട്ടബിൾ ആയിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഷാജോന്റെ പേരായിട്ട് അഭിനയിച്ച ഒരു ലേഡി ഉണ്ട്, അവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. ശരിക്കും നമ്മൾ ഈ പോലീസിൽ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പോലീസുകാരന് ഒരു വിലയും ഉണ്ടാവില്ല. അതായത് യൂണിഫോം ഊരി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒരു യാതൊരു വിലയും ഉണ്ടാവില്ല. ഒരു നോർമലായിട്ടുള്ള ഒരു സിറ്റിസണിനെ പോലെ തന്നെ ആയിരിക്കും ഈ സിനിമയിൽ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഈ സാധാരണ രഞ്ജി പണിക്കർ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ എന്താണ് ഈ അവരുടെ ഹയർ ഒഫീഷ്യൽസിനോട് ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ വരട്ടി നിർത്തുന്നതോ അങ്ങനെയൊന്നുമല്ല. ഒരു സാധാരണ പോലീസുകാരൻ എങ്ങനെയാണോ റിട്ടയർഡ് ആയതിനു ശേഷം ഉണ്ടാകുന്നത് അത് തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചു തന്നിട്ടുള്ളതും. അതൊക്കെ നൈസായിരുന്നു. പിന്നെ ശങ്കർ രാമകൃഷ്ണൻ, പിന്നെ അതുപോലത്തെ കുറച്ച് പോലീസുകാരൊക്കെ, പോലീസ് റോളിൽ വന്നിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പിന്നെ ഇതിൽ നെഗറ്റീവ് ഷെയ്ഡ് റോളിൽ വന്നിട്ടുള്ള ആനന്ദ് മന്മഥനും നല്ല പെർഫോമൻസ് ആയിരുന്നു. അയാളുടെ ചെറിയ റോളാണ്, പക്ഷെ നല്ല നോട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ പോളി വിൽസന്റെ ഒരു കഥാപാത്രവും നല്ല പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പടം തീരെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. 2 മണിക്കൂറാണ് പടത്തിന്റെ ഡ്യൂറേഷൻ. വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ മറ്റൊന്നും ശ്രദ്ധിക്കാൻ പോകില്ല. അതായത് ഞാൻ ഈ പടത്തിൻ്റെ BGM ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കാരണം നമ്മൾ സ്റ്റോറിയിൽ തന്നെ ആയിപ്പോവും. അത്രയ്ക്കും ലൈറ്ററായിട്ടും അത്ര തന്നെ എൻഗേജിങ് ആയിട്ടാണ് ഈ കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. നല്ല നോട്ടബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഷാജോന്റെ പെർഫോമൻസും അതിഗംഭീരമായിരുന്നു. ബോറടിപ്പിക്കില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കാണാൻ പറ്റിയൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പടം തന്നെയാണ്. ഈ കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതായത് ഒരു പോലീസുകാരൻ്റെ റിട്ടയർമെന്റ് പാർട്ടിയിൽ കൂടിയാണ് ഈ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ നൈസായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ പടമാണ് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI. ഒന്ന് കണ്ടു നോക്കുക. OTT-യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്.